ഹായ് ഓൾ ഇന്ന് ഫെബ്രുവരി 14 വാലൻറ്റൈൻസ് ഡേ ആണല്ലേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വാലൻറ്റൈൻസ് ഡേ. ഈ ഒരു PSC ചാനലിൽ വന്ന് വാലൻറ്റൈൻസ് ഡേ വിഷു പറയാൻ എന്താണ് കാരണമെന്ന് ആലോചിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, നമ്മളൊക്കെ മനുഷ്യരാണല്ലേ. സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭേദമില്ല, നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. നമുക്കെല്ലാവർക്കും ഒരു ലൈഫുണ്ട്. സ്റ്റുഡൻ്റ് ആയിരിക്കാം എന്നല്ലേ, കല്യാണം കഴിഞ്ഞവരായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികളുള്ളവരായിരിക്കാം. നമുക്ക് എല്ലാവർക്കും ഇൻഡിവിജ്വലായി നോക്കുമ്പോൾ ഓരോ ലൈഫുണ്ട്, ഓരോ ഫാമിലി ഉണ്ടല്ലേ. ഈ ഫാമിലിയിൽ നമ്മൾ പലതും പലർക്കും വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ നമ്മളൊരു കുഞ്ഞ്, എനിക്കൊരു കുഞ്ഞുണ്ട്, അവളുടെ 2 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ചില ടൈമുകൾ എനിക്ക് അവൾക്ക് വേണ്ടിയിട്ട് നിൽക്കാൻ പറ്റാറില്ല. അല്ലെങ്കിൽ പലതും നമ്മൾ നമ്മുടെ നല്ല നല്ല നിമിഷങ്ങൾ നമ്മൾ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഹസ്ബൻഡ് ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെടും, നമ്മുടെ എല്ലാ വൃത്തികെട്ട സ്വഭാവങ്ങളും നമ്മൾ അറിയും. പക്ഷേ ഇതൊക്കെ സഹിച്ച് ക്ഷമിച്ചും അവർ നമ്മുടെ കൂടെ നിന്ന് നമുക്ക് വേണ്ടതൊക്കെ ചെയ്തു തരുന്നുണ്ട് അല്ലേ. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഈ ഒരു ദിനത്തിൽ വല്ല ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുക, അതൊന്നുമല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ നല്ല രീതിയിൽ പഠിച്ച് നമ്മൾ നല്ല ഒരു മെയിൻ ലിസ്റ്റിൽ ഏറ്റവും ആദ്യത്തെ റാങ്കുകളിലെത്തി പെട്ടെന്ന് തന്നെ ജോലി വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ള ഒരു വലിയ ഗിഫ്റ്റാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വാലൻറ്റൈൻസ് ഡേ ഗിഫ്റ്റായിട്ട് ഞാൻ കാണുന്നത്. മനസ്സിലായോ? നമ്മളിപ്പോൾ ഈ ഒരു നിമിഷങ്ങളിൽ ചിലർ ഇത് വേണ്ട, ഇത് നിർത്താം, എത്രയോ എക്സാംസ് എഴുതി, ഇനി വേണ്ട എന്ന് വിചാരിക്കുന്ന അവരോട് എനിക്കൊരു കാര്യം പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഇതിലേക്ക് വരാൻ ഒരു റീസൺ ഉണ്ടായിരിക്കും അല്ലേ. അതൊരിക്കലും നമ്മളിത് ക്വിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ആലോചിക്കാറില്ല. ഓക്കെ, അപ്പോൾ ഇത് ക്വിറ്റ് ചെയ്യണം എന്ന് ഇടയ്ക്കിടയ്ക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ് അല്ലേ. ഇത് മനുഷ്യ സഹജമാണ്, എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ്, ആരും തെറ്റു പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഈ ഇതിലേക്ക് വന്നിട്ടുള്ള ആ ഒരു റീസൺ ആ ക്വിറ്റ് ചെയ്യുന്ന ടൈമിലൊന്ന് ആലോചിച്ച് വയ്ക്കുക, നമുക്ക് മനസ്സിലാവും. ഇത്രയും അധികം നമ്മൾ എഫേർട്ട് എടുത്തു, ലാസ്റ്റ് നമ്മൾ ഈ കലം കൊണ്ട് ഉടയ്ക്കുക എന്ന് പറയുന്ന പോലെ നമ്മളത് ചെയ്യരുത്. നമ്മളെ കൊണ്ട് മാക്സിമം പറ്റാവുന്നത്ര നമ്മൾ എഫേർട്ട് എടുത്ത് നമ്മൾ അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അതേപോലെ മാക്സിമം തള്ളിടാതിരിക്കുക, എവിടെയും ആരെയും പോയിട്ട് പറയുന്നതിൽ അഭിപ്രായം പറയാതിരിക്കുക. മാക്സിമം നമ്മൾ അങ്ങനത്തെ നെഗറ്റീവ് സൈഡുകളുള്ളത് നമ്മൾ അവോയ്ഡ് ചെയ്യുക, പോസിറ്റീവിനെ മാത്രം നോക്കുക. മാക്സിമം ലവ് ചെയ്ത് നമുക്ക് ആകെ ഒരു ജീവിതമേ ഉള്ളൂ അല്ലേ. PSC പരീക്ഷ പിന്നെയും പഠിച്ചാൽ കിട്ടും, പക്ഷേ നാളെ മോർണിംഗ് നമുക്ക് കിട്ടുമെന്നുള്ളത് നാളെ നീറ്റാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം ഈ ലൈഫ് കിട്ടിയത് യൂട്ടിലൈസ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഹാപ്പി ആയിട്ടിരുന്നാൽ തന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു ഉഷാർ കിട്ടും. സോ മാക്സിമം എല്ലാവരും എഫേർട്ട് എടുത്ത് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ ഹാപ്പി വാലൻറ്റൈൻസ് ഡേ ആൻഡ് ബൈ.